നമസ്കാരം. ഗ്രാമ്യ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ദളിത് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച നടത്തുന്ന ഹർത്താലിന് മുന്നോടിയായി തൃപ്രയാറിൽ പ്രകടനം നടന്നു. കാഞ്ഞാണി തൃക്കുന്നത്ത് ക്ഷേത്രത്തിൽ കാവുകളുടെ സംരക്ഷണത്തിനായി നക്ഷത്രവനം ഒരുങ്ങുന്നു. പെരിഞ്ഞനത്ത് വളർത്തുമൃഗങ്ങളെ ചത്ത നിലയിൽ കണ്ടെത്തി. വിശദമായ വാർത്തകളിലേക്ക്. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജന്റെ മരണത്തിന് ഉത്തരവാദികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക, നിതിൻ രാജന്റെ കുടുംബത്തിന് 10 കോടി നഷ്ടപരിഹാരം നൽകുക, കോളേജിന്റെ അഫിലിയേഷൻ റദ്ദ് ചെയ്യുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഏപ്രിൽ 28-ന് ദളിത് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഹർത്താലിന് മുന്നോടിയായി തൃപ്രയാറിൽ പ്രകടനം നടന്നു. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധിച്ചാണ് ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ഹർത്താൽ നടത്തുന്നത്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അവശ്യ സർവീസുകളെ ഹർത്താലിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. വ്യാപാരി വ്യവസായികൾ, വാഹന ഉടമകൾ, തൊഴിലാളികൾ എന്നിവരോട് ഹർത്താലിനോട് സഹകരിക്കണമെന്ന് ആക്ഷൻ കൌൺസിൽ അറിയിച്ചു. PN പ്രവീൺ, AN ഗഫൂർ, ഷൈജു വാടാനപ്പള്ളി, സുരേഷ് വലപ്പാട് എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി. വലപ്പാട് ബീച്ച് തറയിൽ ശ്രീ ഭദ്രകാളി വിഷ്ണുമായ മുത്തപ്പൻ ക്ഷേത്രത്തിൽ നട തുറക്കലിനോടനുബന്ധിച്ച് പൊങ്കാല സമർപ്പണം നടത്തി. ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, പൊങ്കാല സമർപ്പണം, പ്രസാദ വിതരണം എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി രാജു മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം പ്രസിഡന്റ് TV രാജേഷ്, സെക്രട്ടറി TN സുധീർ, ട്രഷറർ TC കാർത്തികേയൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ TM ഷൺമുഖൻ, TK ഷാജി, TB സന്തോഷ്, TV രവീന്ദ്രൻ, TS സുരേഷ്, TS സുദർശനൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. കരയാമുട്ടം മരണാനന്തര സഹായ സമിതി വാർഷിക പൊതുയോഗം നടന്നു. കരയാമുട്ടം UP സ്കൂളിൽ വെച്ച് നടന്ന വാർഷിക പൊതുയോഗത്തിൽ ചെയർമാൻ നരേന്ദ്രൻ തയ്യിൽ അധ്യക്ഷനായി. കൺവീനർ TK ബാബു, SNDP യോഗം ശാഖാ സെക്രട്ടറി സുധീർ സിംഗ് കൊണ്ടിയാറ, ദിനേശ് കുമാർ കൊച്ചിപ്പറമ്പത്ത്, സുകുമാരൻ കൊല്ലാറ, ഹരി പെരിങ്ങത്തറ എന്നിവർ സംസാരിച്ചു. ഇവിടെ നമ്മൾ പറഞ്ഞതുപോലെ 2025 മുതൽ നമ്മൾ തുടങ്ങി. സിംഗ് ഇവിടെ പറഞ്ഞു 2 വർഷം നമ്മൾ കോവിഡ് കാരണം നമുക്ക് വാർഷികം നടത്താൻ പറ്റിയില്ല. അതുകൊണ്ടാണ് 19ാമത്തെ വാർഷികം എന്ന് നമ്മളിവിടെ പറയുന്നത്. ഇപ്പോൾ ഇതുവരെ വളരെ ഭംഗിയായിട്ടൊക്കെ നമ്മൾ പ്രവർത്തിച്ചു. മൊത്തം നമുക്ക് 225 അംഗങ്ങളാണ് മരണാനന്തര സഹായ സമിതിയിലുള്ളത്. ഈ 50 രൂപയാണ് നമ്മൾ ഓരോരുത്തരിൽ പിരിക്കുന്നത്. അപ്പോൾ ഈ 225 പേരിൽ നിന്ന് 50 രൂപ വെച്ച് കിട്ടിയാൽ നമുക്ക് കിട്ടുന്നത് 11,250 രൂപയാണ്. അതിൽ 15% കമ്മീഷൻ, ഈ പിരിക്കുന്ന ആൾക്കാർക്ക് 15% നമ്മൾ കമ്മീഷൻ കൊടുക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു മാസം 1,687 രൂപ കമ്മീഷനായിട്ട് നമ്മൾ കൊടുക്കും. ബാക്കി നമുക്ക് കിട്ടുന്നത് 9,562 രൂപയാണ്. കാഞ്ഞാണി തൃക്കുന്നത്ത് ശ്രീ മഹാദേവ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കാവുകളുടെ സംരക്ഷണത്തിനായി നക്ഷത്രവനം ഒരുക്കുന്നതിന്റെ ഭാഗമായി നക്ഷത്ര വൃക്ഷങ്ങളുടെയും കൂവള തൈകളുടെയും നടീൽ നടത്തി. ആവണങ്ങാട്ടിൽ കളരി അഡ്വക്കേറ്റ് രഘുരാമ പണിക്കർ, സായി സഞ്ജീവനി ട്രസ്റ്റി ചെയർമാൻ മൗനയോഗി സ്വാമി ഹരിനാരായണൻ എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് രഞ്ജിത്ത് മുടവങ്ങാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഓട്ടൻതുള്ളൽ കലാകാരൻ മാണലൂർ ഗോപിനാഥ്, ഡോക്ടർ ML സജീവ്,
ഡോക്ടർ മുരളീധരൻ, വാസ്തുവിദ്യ ആചാര്യൻ മണികണ്ഠൻ ആചാരി, അഡ്വക്കേറ്റ് സോമകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ക്ഷേത്രവളപ്പിലെ മരങ്ങൾ വീണ് കാവുകൾ നശിക്കുന്ന അവസ്ഥ വന്നതുകൊണ്ടാണ് നക്ഷത്രമരങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നത്. 27 ഇനം നക്ഷത്ര വൃക്ഷങ്ങളാണ് വെച്ചുപിടിപ്പിച്ചത്. ക്ഷേത്രത്തിന് മുൻഭാഗത്ത് ഇരുവശത്തുമായി 10 വീതം കൂവള തൈകൾ നട്ടു. നടീലിന്റെ ഭാഗമായി പ്രസാദവൂട്ടുമുണ്ടായിരുന്നു. പുരാതനമായിട്ടുള്ള ഈ ക്ഷേത്രാങ്കണത്തിൽ, മനോഹരമായിട്ടുള്ള ക്ഷേത്രാങ്കണത്തിൽ ഇന്നിവിടെ നടക്കുന്നത് നക്ഷത്ര വൃക്ഷത്തിൻ്റെ പരിപാലനവും അത് ഭഗവാനായിട്ട് സമർപ്പിക്കുകയും ചെയ്യുന്നൊരു ചടങ്ങാണ്. നക്ഷത്ര വൃക്ഷങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ നാളിലും ഓരോ വൃക്ഷമുണ്ട് എന്നാണ് പറയുന്നത്. ആ നാളുകാരുടെ വൃക്ഷം അതായിട്ടാണ് പറയുക. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളെല്ലാം ഓരോ നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികളായതുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ആ നക്ഷത്രത്തിനോട് ബന്ധപ്പെട്ടിട്ടുള്ള വൃക്ഷമായിട്ടും മൃഗമായിട്ടും ഒക്കെ ബന്ധമുണ്ടാവും എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ നക്ഷത്രത്തിൽപ്പെട്ട വ്യക്തിയുടെ ആ വൃക്ഷത്തെ പരിപാലിക്കേണ്ടത് ആവശ്യമാണെന്നാണ് പൗരാണികരായിട്ടുള്ള ആൾക്കാർക്ക് പറയുന്നത്. ഇടവേള. Manappuram Geeta Ravi Public School, the joy of learning. പ്രമുഖ സ്വർണ്ണാഭരണ ഹോൾസെയിൽ സ്ഥാപനമായ AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാടാനപ്പള്ളി, തൃപ്രയാർ ഷോറൂമുകളിൽ വിഷു, അക്ഷയ തൃതീയ ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. 916 ഡയമണ്ട്സ്, സിൽവർ, 18 കാരറ്റ് എന്നിവയുടെ 1 ലക്ഷത്തിൽ പരം ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ സ്വന്തമാക്കുവാൻ വിവിധ പദ്ധതികൾ. 5 പവൻ മുതലുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. പഴയ സ്വർണത്തിനും പണയത്തിലിരിക്കുന്ന സ്വർണത്തിനും ഉയർന്ന വിലയും ഉടൻ പണവും. സാധാരണക്കാരുടെ സ്വർണ്ണാഭരണ സ്ഥാപനം AG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വാടാനപ്പള്ളി ആൻഡ് തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. ബിൽടെക്, തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം. കമ്മീഷൻ ഇല്ലാതെ ഏറ്റവും വിലക്കുറവിൽ ഫിക്സഡ് പ്രൈസിൽ വീട് പണിക്ക് ആവശ്യമായ എല്ലാവിധ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി, ബാത്റൂം ഫിറ്റിംഗ്സ്, കിച്ചൺ സിങ്സ്, വാർഡ്രോബ്സ്, മോഡുലാർ കിച്ചൺ, സ്റ്റീൽ ഡോർസ് ആൻഡ് വിൻഡോസ്, ഹാർഡ്വെയർസ് ആൻഡ് ഡോർ ലോക്സ്, സ്റ്റെയിൻലെസ് സ്റ്റീൽ ആൻഡ് PVC വാട്ടർ ടാങ്ക്സ്, ജനറൽ ഹൗസ് ഹോൾഡ് തുടങ്ങി നിരവധി ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഒരേ കുടക്കീഴിൽ അതീവ വിലക്കുറവിൽ ലഭ്യമാകുന്നു. തൃപ്രയാർ പോളി ജംഗ്ഷനിലുള്ള ബിൽടെക്കിന്റെ ഓൾ ഇൻ വൺ ഹാർഡ്വെയർ ഷോറൂമിലേക്ക് ഏവർക്കും സ്വാഗതം. ബിൽടെക്, തൃപ്രയാറിലെ ഏറ്റവും വലിയ ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സാനിറ്ററി ആൻഡ് ഹാർഡ്വെയർ ഷോറൂം.
വേണാട് ഫിനാൻസിൽ നിങ്ങളുടെ സ്വർണത്തിന് ഇരട്ടി മൂല്യം വരെ ലഭിക്കാവുന്ന അടിപൊളി ഗോൾഡ് ലോൺ സ്കീമുകളുണ്ട്. കൂടാതെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും ഉയർന്ന പലിശയും ബിസിനസ്സുകാർക്ക് പെട്ടെന്ന് ലഭിക്കാവുന്ന ചെറുകിട മൈക്രോ ബിസിനസ് ലോണുകളും. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്. വീണ്ടും വാർത്തകളിലേക്ക്. മണലൂർ പഞ്ചായത്തിലെ 4ാം വാർഡിലുള്ള ലോട്ടസ് അംഗനവാടിയുടെ വാർഷികവും അംഗനവാടി ഹെൽപ്പർ സുമ ടീച്ചറുടെ യാത്രയയപ്പും പഞ്ചായത്ത് പ്രസിഡന്റ് സിജി മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് അംഗം സുഖില മോഹനൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സലീജ ടീച്ചർ, രാകേഷ് കണിയാമ്പറമ്പിൽ എന്നിവർ മുഖ്യാതിഥികളായി. വൈസ് പ്രസിഡന്റ് പി കെ ചന്ദ്രൻ, ബ്ലോക്ക് മെമ്പർ കവിത പ്രശോഭ്, മെമ്പർ വിനീത് പാറമേൽ, ICDS സൂപ്പർവൈസർ കവിത, ജെസി ടീച്ചർ, സുമ ടീച്ചർ, മിനി ഉണ്ണികൃഷ്ണൻ, ബാബു, സുധീർ പൊറ്റേക്കാട്ട് എന്നിവർ സംസാരിച്ചു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പഴുവിൽ യൂണിറ്റ് 49ാം വാർഷിക പൊതുയോഗം പഴുവിൽ JP സംഗമം ഹാളിൽ നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് ഉദ്ഘാടനം ചെയ്തു. 49 വർഷമായി ഈ മേഖലയിൽ വ്യാപാരികൾക്കും അതോടൊപ്പം പൊതുസമൂഹത്തിനും ഒരുപോലെ ഗുണകരമാകുന്ന രീതിയിൽ സംഘടനയെ ചലിപ്പിക്കാനും വ്യാപാര മേഖലയുടെ നിലനിൽപ്പിന് ആധാരമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും അതോടൊപ്പം അംഗങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും ഒക്കെ തന്നെ ക്ഷേമ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനുമൊക്കെ ഈ കൂട്ടായ്മ കൊണ്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉണ്ടാകുന്നതിലും മുൻപ് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു കൂട്ടായ്മയാണ് പഴുവിൽ. അതുകൊണ്ട് തന്നെ കാര്യങ്ങളൊക്കെ വളരെ കൃത്യതയോടുകൂടി എല്ലാ പ്രവർത്തനങ്ങളിലും കൃത്യത പാലിക്കാനും പ്രവർത്തനങ്ങളിൽ മുന്നിൽ നിൽക്കാനുമൊക്കെ ഒട്ടുമിക്ക കാര്യങ്ങളിലും ഈ സംഘടനാ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട്. യൂണിറ്റ് പ്രസിഡന്റ് NK ഷാജഹാൻ അധ്യക്ഷനായി. ജില്ലാ ജനറൽ സെക്രട്ടറി NR വിനോദ് കുമാർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. നാട്ടിക നിയോജക മണ്ഡലം ചെയർമാൻ KK ഭാഗ്യനാഥൻ തിരഞ്ഞെടുപ്പ് നേതൃത്വം നൽകി. ഷിനോദ് ചിറയിൽ AA മുഹമ്മദ് യൂത്ത് വിംഗ് നിയോജക മണ്ഡലം ചെയർമാൻ, താജുദ്ദീൻ കാവുകൽ വനിതാ വിംഗ് നിയോജക മണ്ഡലം ചെയർപേഴ്സൺ ഷീല പ്രേംരാജ്, യൂത്ത് വിംഗ് പ്രസിഡന്റ് നവീൻ MX, ഭാരതി രാജൻ, അഡ്വക്കേറ്റ് KO ജോൺ, MK തോമസ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് NK ഷാജഹാൻ, ജനറൽ സെക്രട്ടറി ഷിനോദ് ചിറയിൽ, ട്രഷറർ AA മുഹമ്മദ് എന്നിവരെ തിരഞ്ഞെടുത്തു.
പെരിഞ്ഞനത്ത് വളർത്തുമൃഗങ്ങളെ ചത്ത നിലയിൽ കണ്ടെത്തി. പെരിഞ്ഞനം വെസ്റ്റ് സമിതിക്ക് പടിഞ്ഞാറ് ചാലുള്ളി വീട്ടിൽ സുധന്റെ വീട്ടിലെ നായയും പേർഷ്യൻ പൂച്ചയുമാണ് ചത്തത്. നായ ഞായറാഴ്ചയും പൂച്ചയെ തിങ്കളാഴ്ച പുലർച്ചെയുമാണ് ചത്ത നിലയിൽ കണ്ടത്. നായയ്ക്ക് വയറിന് അസുഖമുണ്ടായിരുന്നുവെങ്കിലും പൂച്ച ആരോഗ്യവാനായിരുന്നുവെന്ന് വീട്ടുകാർ പറഞ്ഞു. സുധന്റെ വീട്ടിലുണ്ടായിരുന്ന 2 പേർഷ്യൻ പൂച്ചകളിൽ ഒന്നാണ് ചത്തത്. കനത്ത ചൂട് മൂലമാണോ വളർത്തുമൃഗങ്ങൾ ചാകാൻ കാരണമെന്നാണ് വീട്ടുകാർ സംശയിക്കുന്നത്. വിദ്യാർത്ഥികളിൽ കരിയർ ബോധവും വ്യക്തിത്വ വികസനവും വളർത്തുന്നതിനായി കയ്പമംഗലം വാഫിയ കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ ഫ്യൂഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. സോഷ്യൽ എംപവർമെന്റ് മിഷന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച പരിപാടിയിൽ സിം മാസ്റ്റർ ട്രെയിനർ ബാസിദ് വാഫി വെട്ടം ക്ലാസിന് നേതൃത്വം നൽകി. സെൽഫ് ലേണിംഗ്, പഠനത്തിന്റെ രസതന്ത്രം, വ്യക്തിത്വ വികസനം, ശാസ്ത്രീയ സമീപനം തുടങ്ങിയ വിഷയങ്ങൾ ഉൾപ്പെടുത്തി നടത്തിയ ക്ലാസ് പങ്കെടുത്തവർക്ക് പുതിയ ദിശാബോധം നൽകി. പരിപാടിയിൽ വാഫി അലുമിനി അംഗങ്ങളായ തൗഫീഖ് വാഫി, അൻസിഫ് വാഫി, ലത്തീഫ് വാഫി, അൻവർ സാബിത്ത് വാഫി, അൻസർ വാഫി, വാഫി കമ്മ്യൂണിറ്റി അംഗങ്ങളായ നിഹാൽ വാഫി, ഫാഹിം വാഫി, മറ്റ് വാഫിയ ഓർബിറ്റ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. എടത്തിരുത്തി സർദാർ ഗ്രാമീണ വായനശാലയിൽ സ്കൂൾ കുട്ടികൾക്കായി കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ക്ലാസ് ആരംഭിച്ചു. AK മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് PC ബാലൻ അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി PR ജോഷി, TN തിലകൻ, ബേബി ശിവദാസൻ തുടങ്ങിയവർ സംസാരിച്ചു. ക്ലാസ്സിൽ 35ഓളം കുട്ടികൾ പങ്കെടുത്തു. അന്തിക്കാട് മഹാത്മാ കമ്മ്യൂണിക്കേഷൻസ് കേബിൾ TV നെറ്റ്വർക്കിന്റെ പ്രതിമാസ നറുക്കെടുപ്പും വിജയികൾക്കുള്ള സമ്മാന വിതരണവും നടത്തി. 10ാം ക്ലാസ് CBSE പരീക്ഷയിൽ ഉന്നത മാർക്ക് നേടിയ മുല്ലശ്ശേരി ഗുഡ് ഷെപ്പേർഡ് സ്കൂളിലെ വിദ്യാർത്ഥിനിയും അന്തിക്കാട്ടുകാരിയായ ആസിഫ കഴിഞ്ഞ മാസത്തെ നറുക്കെടുപ്പിൽ വിജയികളായവർക്ക് സമ്മാന വിതരണവും നറുക്കെടുപ്പിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. പിന്നെ എല്ലാവർക്കും താങ്ക് യു പറയാം. ഞാൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തു. AV ശ്രീവത്സൻ, സജീവൻ അന്തിക്കാട്, സജീവൻ താനാപ്പാടം, സിന്ധു M, കണ്ണൻ കൊച്ചത്ത്, ഷിലീഷ് കൊട്ടാരത്തിൽ എന്നിവർ സംസാരിച്ചു. തണ്ടാശ്ശേരി അറുമുഖൻ, മിനി ചിറയത്ത്, സതി തറയിൽ, കുട്ടൻ മുല്ലക്കര എന്നിവരാണ് ഏപ്രിൽ മാസത്തെ നറുക്കെടുപ്പിലെ വിജയികൾ. ചൂടിൽ വലയുന്ന യാത്രക്കാർക്ക് സംഭാര വിതരണവുമായി 3 പിടിക ത്വാഹ ടൗൺ ജുമാ മസ്ജിദ്. കഠിനമായ ചൂട് മൂലം ജനങ്ങൾ പ്രയാസപ്പെടുന്ന ഈ സാഹചര്യത്തിൽ ഹൈവേയോട് ചേർന്ന് നിൽക്കുന്ന 3 പിടിക ജുമാ മസ്ജിദിന്റെ മുൻപിലായി പ്രത്യേകം സജ്ജമാക്കിയ ടെന്റിലാണ് മസ്ജിദ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഭാര വിതരണം നടത്തുന്നത്. 100 കണക്കിന് വഴിയാത്രക്കാർക്കാണ് ഈ സംരംഭം ആശ്വാസമേകിയത്. ടൗൺ ജുമാ മസ്ജിദ് ഖതീബ് ഷിഹാബ് മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിച്ചു. സെക്രട്ടറി VM യൂസഫ്, സജിദ് സുബൈർ, സിദ്ദീഖ്, സുൽഫിക്കർ, ഹാഷിം, സമദ്, സൈഫുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. ചൂടിന് ശമനമുണ്ടാകുന്നതുവരെ ഇത് തുടരുമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. കിഴിപ്പുള്ളിക്കര കുരിയക്കാട്ടിൽ പരേതനായ ശങ്കരൻകുട്ടിയുടെ ഭാര്യ തങ്കമണി അന്തരിച്ചു. 82 വയസ്സായിരുന്നു. ചൊവ്വാഴ്ച രാവിലെ 11-ന് വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. ഏങ്ങണ്ടിയൂർ ആശാൻ റോഡ് കരീപ്പാടത്ത് ക്ഷേത്രത്തിന് സമീപം പരേതനായ കരീപ്പാടത്ത് നരേന്ദ്രന്റെ ഭാര്യ സൗമിനി അന്തരിച്ചു. 63 വയസ്സായിരുന്നു. മക്കൾ സനീഷ്, സജീഷ്, മരുമക്കൾ ശ്രീജിത, സനിത. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് നടത്തി. കാരമുക്ക് ശ്രീനാരായണ ഗുപ്ത സമാജം മുൻ പ്രസിഡന്റായിരുന്ന പരേതനായ കിഴക്കൂട്ട് പ്രഭാകരന്റെ ഭാര്യ സത്യഭാമ അന്തരിച്ചു. 89 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 2 മണിക്ക് വടൂക്കര ശ്മശാനത്തിൽ നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ദളിത് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച നടത്തുന്ന ഹർത്താലിന് മുന്നോടിയായി തൃപ്രയാറിൽ പ്രകടനം നടന്നു. കാഞ്ഞാണി തൃക്കുന്നത്ത് ക്ഷേത്രത്തിൽ കാവുകളുടെ സംരക്ഷണത്തിനായി നക്ഷത്രവനം ഒരുങ്ങുന്നു.
പെരിഞ്ഞനത്ത് വളർത്തുമൃഗങ്ങളെ ചത്ത നിലയിൽ കണ്ടെത്തി. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.